നമുക്ക് ഇന്ന് നടന്ന 4ാം ക്ലാസ് കുട്ടികളുടെ മലയാളം ചോദ്യപേപ്പർ ആൻസർ ചെയ്ത് നോക്കാം. എല്ലാവരും നല്ലപോലെ പരീക്ഷയെല്ലാം എഴുതിയല്ലോ. നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആദ്യം തന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ചോദ്യമുണ്ട്? 5 ചോദ്യമാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രവർത്തനം വായിക്കാം. പ്രവേശനോത്സവ ദിവസം തന്നെ എല്ലാ പാഠപുസ്തകങ്ങളും ലഭിച്ച സന്തോഷത്തിലായിരുന്നു അഭി. പുതു പാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശം അടക്കാനാവാതെ അവൻ ധൃതിയിൽ നടക്കാൻ തുടങ്ങി. പാടവും തോടും കടന്ന് വേണം വീടെത്താൻ. വെള്ളം കെട്ടിനിൽക്കുന്ന വയലുകൾ, വരമ്പ് പൊതിയുന്ന പണിക്കാർ, ഇര തേടി നടക്കുന്ന കൊറ്റിക്കൂട്ടം, താളമിട്ടു ഞാറുപറിക്കുന്ന സ്ത്രീകൾ. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. വെളിച്ചം കുറഞ്ഞുവന്നു. ഇടിമിന്നൽ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. പുതുപുസ്തകങ്ങൾ മാറോട് ചേർത്ത് ചേറുപുതഞ്ഞ് കിടക്കുന്ന വരമ്പിലൂടെ വഴുതി വീഴാതെ അവൻ ഓടി. അധിക ദൂരമെത്തും മുൻപ് തുള്ളിക്കൊരു കുടം കണക്കിൽ മഴ പെയ്യാൻ തുടങ്ങി. വീടെത്തുമ്പോഴേക്കും നനയുമെന്നതിനാൽ തൊട്ടടുത്തു കണ്ട കരിമ്പനച്ചുവട്ടിൽ അവൻ അഭയം പ്രാപിച്ചു. കാറ്റേറ്റു വരുന്ന മഴത്തുള്ളികളും കാനൽ തുള്ളികളും തൻ്റെ പാഠപുസ്തകങ്ങൾ നനയ്ക്കുമെന്നായപ്പോൾ അവൻ പുസ്തകസഞ്ചി വയറിലേക്കു ചേർത്തു കുനിഞ്ഞിരുന്നു. ഇതാണ് കഥ തന്നിരിക്കുന്നത്. ഇനി ഇതിലത്തെ 5 ചോദ്യങ്ങൾ നോക്കാം. ക്ഷമിക്കണം, കഥാഭാഗം കുറച്ചുകൂടി ബാക്കിയുണ്ട്. അരമണിക്കൂറോളം ശക്തിയായി പെയ്ത മഴ തോർന്നപ്പോൾ അവൻ നിവർന്നു നിന്നു. സഞ്ചി തുറന്നു നോക്കിയപ്പോൾ പാഠപുസ്തകങ്ങൾ നനവു പടർന്നിരിക്കുന്നു. അവൻ്റെ നയനങ്ങളിൽ നിന്നും 2 ഇറ്റു ചുടുകണ്ണീർ പുസ്തകച്ചട്ടയിൽ പതിച്ചു. പൊതിയുക. പുല്ലും കളയും മാറ്റി ചേറുകൊണ്ട് വരമ്പു മൂടുക. കാനൽ തുള്ളി. മരത്തിൽ നിന്നും താഴോട്ട് വീഴുന്ന മഴവെള്ളം. ഇനി ഇതിൻ്റെ ചോദ്യങ്ങൾ വായിക്കാം. ഉത്തരമെഴുതാം. 1. അഭി ധൃതിയിൽ വീട്ടിലേക്കു നടക്കാനുള്ള കാരണമെന്താണ്? എന്താണ് കാരണം? മഴ വരുന്നതുകൊണ്ട് പുതിയ പാഠപുസ്തകങ്ങൾ അമ്മയെ കാണിക്കാനുള്ള ആവേശം, വിശപ്പു മാറ്റാൻ പുസ്തകം വീട്ടിൽ വെച്ചു പാടത്തിറങ്ങുന്നതിന്. എന്താണ് അതിൽ പറയുന്നുണ്ടല്ലേ? പുതിയ പുസ്തകം കിട്ടിയ സന്തോഷത്തിൽ അത് അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയോ? നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഞാറു പറിക്കുന്നതാര്? ആരാണ് അവിടെ ഞാറു പറിക്കുന്നത്? ഓപ്ഷൻ സി സ്ത്രീകൾ. അപ്പോൾ ഉത്തരമെല്ലാം ശരിയായില്ലല്ലോ. 2 ഉത്തരവും ശരിയാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. കരിമ്പനച്ചുവട്ടിലിരുന്നു കുട്ടി തൻ്റെ പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതെങ്ങനെ? എങ്ങനെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത്? കുട്ടിയുടെ വയറിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് കുനിഞ്ഞിരുന്നു അല്ലേ? മഴ കൊള്ളാതിരിക്കാൻ പുസ്തകത്തിൽ. അപ്പോൾ ശരിയായില്ലേ ഉത്തരം? ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. തുള്ളിക്കൊരു കുടം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് തുള്ളിക്കൊരു കുടം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത്? ഒരു തുള്ളിയിൽ തന്നെ ഒരു കുടം വെള്ളമാണ് വന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ വലിയ തുള്ളികളുള്ള ശക്തമായ മഴ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. അവസാനത്തെ ചോദ്യം. കുട്ടിക്ക് ഏറെ സന്തോഷകരമായ ദിവസം തന്നെ സങ്കടകരമായി മാറിയതെങ്ങനെ? കുട്ടി മഴ നനഞ്ഞതിനാൽ, പുതു പാഠപുസ്തകങ്ങൾ മഴ കൊണ്ടു നനഞ്ഞതിനാൽ, നടന്നു പോകുന്ന വരമ്പ് ചേറുകൊണ്ടു പൊതിഞ്ഞതിനാൽ, വീടെത്താൻ വൈകിയതിനാൽ. എന്തിനാണ് കുട്ടിയുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നത്? കഥാഭാഗത്ത് പറയുന്നുണ്ടല്ലോ. അതെ, എന്തിനാണ്? കുട്ടിയുടെ പുസ്തകങ്ങളുടെ ചട്ട മഴത്തുള്ളി കൊണ്ട് നനഞ്ഞു. അപ്പോൾ കുട്ടിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു എന്നതിൽ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ബി, പാഠപുസ്തകങ്ങൾ മഴ കൊണ്ട് നനഞ്ഞതിനാൽ ആണ് ഉത്തരം. 5 ഉത്തരങ്ങളും എല്ലാവരും ശരിയാക്കിയോ? ശരിയാക്കി കാണുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പോസ്റ്റർ തയ്യാറാക്കാം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, പോസ്റ്റർ ചോദിക്കുമെന്ന്. ഇവിടെ എന്താണ്? കുറച്ച് പത്ര ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത്
പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. വന്യജീവികളുടെ ജീവൻ ഭീഷണി സൃഷ്ടിക്കുന്നു. ഈ വിപത്തിനെതിരെ പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് പോസ്റ്ററിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? അപ്പോൾ ചിത്രം വരയ്ക്കണം, കളർ കൊടുക്കണം, ഒരു ബോക്സൊക്കെ വരയ്ക്കണം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിയോ എല്ലാവരും? വളരെ എളുപ്പമാണല്ലേ ചോദ്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 3. പ്രവർത്തനം 3 സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭാഷണം? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു. മൈന പാടിക്കൊടുത്ത പാട്ടുപാടി നാടാകെ വസന്തം വിരിയിച്ച് കുട്ടനും ലൈലയും വീട്ടിൽ തിരിച്ചെത്തി. അയ്യോ നമ്മുടെ തത്തക്കുഞ്ഞ്, ചേട്ടാ ഞാനതിനെ തുറന്നു വിടുകേ. കുട്ടൻ പറഞ്ഞു. തത്ത മെല്ലെ തല പുറത്തേക്കിട്ടു ചോദിച്ചു, എന്തേ എന്നെ തുറന്നുവിടാൻ? അവർ തമ്മിൽ നടക്കാനിരിക്കുന്ന സംഭാഷണം എഴുതുക. മൈന പറന്ന് നടന്ന് പാട്ടൊക്കെ പാടിയപ്പോൾ എന്തുണ്ടായി? വസന്തം വന്നു. എന്തായത്? പൂക്കളും ഇലകളും കായ്ച്ചു, പൂത്തു, പുതിയ ഇലകൾ വന്നു, എല്ലാം ഉണ്ടായില്ലേ. അപ്പോൾ നമ്മൾ കഥാഭാഗത്ത് അതൊക്കെ വായിച്ചല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ തത്തേനെ നമ്മളങ്ങനെ കൂട്ടിലിട്ട് വളർത്താൻ പറ്റില്ല എന്നാണ് കുട്ടികൾ തത്തയോട് സംസാരിക്കാൻ സാധ്യത. അപ്പോൾ അത് നമുക്ക് നോക്കാം. അത് സംഭാഷണം നല്ല വൃത്തിയായിട്ട് എഴുതാം. അടുത്ത ചോദ്യം എന്താണ്? പ്രവർത്തനം 4 കുറിപ്പെഴുതാം. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം. എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ എൻ്റെ പനിനീർ ചെടിയിൽ ഹേമന്തകാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വർഷകാലമാണല്ലോ. വർഷകാലത്തെ സവിശേഷതകൾ ഒരു കുറിപ്പ് രൂപത്തിൽ തയ്യാറാക്കുക. ചെറിയൊരു കുറിപ്പ് നമ്മുടെ വർഷകാലത്ത്, അതായത് മഴക്കാലത്തെക്കുറിച്ച് ഒരു ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയിട്ടുള്ളതാണ്. ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത പ്രവർത്തനം നോക്കാം. 5ാമത്തെ പ്രവർത്തനം എന്താണ്? ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. PN പണിക്കരുടെ ഓർമ്മദിനം വായനാ ദിനമായി ആചരിച്ചല്ലോ. വായനയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാർത്ത തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഒരു ഹെഡിങ് വേണം, ഒരു തലക്കെട്ട് വേണം, പിന്നെ ഒരു നമ്മുടെ സ്കൂളിൻ്റെ സ്ഥലം ഏതാണോ ആ സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ട് അന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടന്നത്, ഇന്ന പ്രവർത്തനങ്ങൾ നടന്നു, നമ്മളിങ്ങനെ വായനാ ദിനം ആചരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകാർ വായനാ ദിനം ആചരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു പത്രവാർത്ത തയ്യാറാക്കാം. എളുപ്പമല്ലേ? എല്ലാവരും ചോദ്യങ്ങളൊക്കെ എഴുതിയോ? ഇതിൽ 6 പ്രവർത്തനങ്ങളിൽ 6ാമത്തെ പ്രവർത്തനം നോക്കാം. ഇതിലേതെങ്കിലും ഒരു പ്രവർത്തനം നമുക്ക് ഒഴിവാക്കാം കേട്ടോ. 6ാമത്തെ പ്രവർത്തനം നോക്കാം. ആത്മകഥ തയ്യാറാക്കാം. സ്കൂളിൽ ഉച്ചഭക്ഷണം വിളമ്പാൻ തുടങ്ങി. എന്നെ ആർക്കും വേണ്ട. വിതുമ്പൽ കേട്ട് രാമു മൂലയിലേക്ക് എത്തിനോക്കി. അയ്യോ ഇതെന്തു പറ്റി? അതെ, കഴിഞ്ഞ വർഷം വരെ ഞാനും ഉച്ചക്കിണ്ണമായി സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാ. വക്കുപൊട്ടിയ കിണ്ണം തൻ്റെ വേദനകളും പഴയകാല സന്തോഷങ്ങളും പറയാൻ തുടങ്ങി. രുചിയേറിയ വിഭവങ്ങൾ ഏറ്റുവാങ്ങിയത് കുട്ടികളുടെ സന്തോഷം, തട്ടുമ്പോഴും മുട്ടുമ്പോഴുമുള്ള വേദന, അങ്ങനെ. ഉച്ചക്കിണ്ണത്തിൻ്റെ ആത്മകഥ എഴുതുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കലപ്പ, തേക്കുകൊട്ട അങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ ഇതിൽ നിന്നും പോയി ഇപ്പോൾ പുതിയ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പല കാര്യങ്ങൾക്കും. ഉരൽ, അങ്ങനെ അമ്മി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിലിപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു പഴയ പാത്രമായിട്ട് ഒരു വക്ക് പൊട്ടിയപ്പോൾ ആ പാത്രത്തിനെ കളഞ്ഞു. അപ്പോൾ ആ പാത്രം എഴുതാൻ സാധ്യതയില്ല, അതിൻ്റെ ആത്മകഥ പറയാനാണ്. അതായത് അതിൻ്റെ പഴയ കാലവും ഇപ്പോഴത്തെ അതിൻ്റെ അനുഭവവും. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാം? ഞാൻ, എൻ്റെ, എന്നെ അങ്ങനെ ഉപയോഗിച്ചു. ഞാൻ ഇത്ര രുചിയായ ഭക്ഷണം എന്നിൽ വിളമ്പി. കുട്ടികൾ പാത്രം കഴുകി തട്ടി വെക്കുമ്പോൾ എനിക്ക് വേദനിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആത്മകഥ എഴുതാം. ഇപ്പോൾ വലിച്ചെറിഞ്ഞപ്പോൾ ആർക്കും വേണ്ടാണ്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് ഈ മൂലയിൽ ഞാൻ കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ആത്മകഥ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും എല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി തിങ്കളാഴ്ച നമുക്ക് ഇംഗ്ലീഷ് എക്സാമാണ്. നമുക്കതിന് തയ്യാറെടുക്കാം. താങ്ക് യു.